വെൽക്കം ബാക്ക് ടു റൈജൂസ് മാജിക് കിച്ചൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് മുതൽ നമ്മളൊരു പുതിയ രീതിയിലാണ് മാജിക് കിച്ചൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത 33 വീഡിയോസിനും നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ സപ്പോർട്ട്, ഒരുപക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ, 2000 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ എങ്കിലും അതെനിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ട് അത് വളരെ വലുതാണ്. ആ സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തും. ഇന്നു മുതൽ റൈജൂസ് മാജിക് കിച്ചൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഒരു പുതിയ രീതിയിലാണ്. അതായത് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഇന്നു മുതൽ കുക്കിംഗ്, ബേക്കിംഗ്, കാർവിംഗ് ആൻഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്സിനെ കുറിച്ചുള്ള എൻ്റെ കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെച്ചു തരുന്ന ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അറിവുകൾ പങ്കുവെച്ചു തരുന്ന ക്ലാസ്സസ് ആയിരിക്കും ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഏറ്റവും പുതിയ വിഭവം, ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല വിഭവം നിങ്ങളെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്നില്ലെങ്കിൽ ഒരു സ്നാക്സ്, അല്ലെങ്കിൽ സ്വീറ്റ്, ഒരു മധുരം, അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം വീതം മാജിക് കിച്ചൻ ഇനി മുതൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ, റൈജൂസ് മാജിക് കിച്ചൻ ഓൾവേസ്. മാത്രമല്ല, ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, അതുപോലെ തന്നെ കുറേ ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഷെഫുമാരിൽ നിന്ന് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും അവർ പങ്കുവെച്ചതുമായ അറിവുകളെല്ലാം സ്വരൂപിച്ച് എൻ്റെ കൊച്ചു രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് ആർജിച്ചെടുത്ത എല്ലാ പാചകത്തിൻ്റെ കുറിപ്പുകളും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ അറിവുകൾ എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് മറക്കരുത്, എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നു പാചകത്തെക്കുറിച്ച്, ബേക്കിങ്ങിനെ കുറിച്ച്, കാർവിങ്ങിനെ കുറിച്ച്, പ്ലേറ്റിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ കൊച്ചു അറിവുകൾ. അപ്പോൾ മറക്കാതെ കാണുക എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ പാചക കുറിപ്പുകൾ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബേസിക് ബേക്കിംഗ് ടൂൾസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ബേക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ബേക്കിങ്ങിന് അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബേക്കിങ്ങിന് എന്തൊക്കെ ടൂൾസാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്, കുറച്ച് കുറച്ചുകൂടെ നന്നായി ചെയ്യാനായിട്ട്, ബേക്കിംഗ് ചെയ്യാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെ ടൂൾസ് വേണം, അതിനെക്കുറിച്ചാണ്. ടൂൾസ് ഇല്ലാതെ എങ്ങനെ ബേക്കിംഗ് അല്ലെങ്കിൽ ഐസിങ് അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കാണും. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് ടൂൾസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താ വേണ്ടത്? നമുക്ക് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ബേക്കിങ്ങിന് വേണ്ടതാണ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടിന്നുകൾ വേണം. കേക്ക് ടിൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. പല ആകൃതിയിൽ, പല ഷേപ്പിലൊക്കെ നമുക്ക് കേക്ക് ടിൻസ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ്. അതിന് മെഷർമെൻ്റ് ഉണ്ട്. 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് റൗണ്ടിലുള്ള കേക്ക് ടിന്നുകൾ കിട്ടും. അതുപോലെ തന്നെ സ്ക്വയറിൽ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കേക്ക് ടിന്നുകൾ കിട്ടും. ഈ കേക്ക് ടിന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കേക്ക് ടിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് കേക്ക് ടിന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അലുമിനിയം ടൈപ്പ് കേക്ക് ടിന്നുകളാണ്. നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ഇത് പോർ ചെയ്യാനും ടാപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അലുമിനിയം ടൈപ്പ് കേക്ക് ടിന്നുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഒരു മീഡിയം റേഞ്ചിലുള്ള കേക്ക് ടിന്നുകളാണ് ഈ പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് കോട്ടഡ് ആയിട്ടുള്ള കേക്ക് ടിന്നുകൾ കിട്ടും. അതുപോലെ തന്നെ സിലിക്കോൺ ടൈപ്പ്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സിലിക്കോൺ ടൈപ്പ് കേക്ക് ടിന്നുകളുണ്ട്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അങ്ങനത്തെ കേക്ക് ടിന്നുകളാകുമ്പോൾ നമുക്ക് ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കേക്ക് പൗഡറോ നമ്മൾ ഡസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അതിനാവശ്യമില്ല.
നമുക്ക് സിലിക്കോൺ ടൈപ്പ് കേക്ക് ടിന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കേക്ക് ടിന്നുകൾ നമുക്ക് വേണം. അപ്പോൾ കേക്ക് ടിന്ന് വേണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ടിന്നിൽ ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് വിട്ടുപോരാതി കേക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിട്ടുപോരാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഉപയോഗിക്കും. ബട്ടർ പേപ്പർ, ഇതാണ് ബട്ടർ പേപ്പർ. ഇതുപോലെ റോളായിട്ട് വാങ്ങാൻ കിട്ടും, ഷീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, ഷീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ബട്ടർ പേപ്പർ വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പൊടി തട്ടി അല്ലെങ്കിൽ ഉൾഭാഗത്ത് കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് വിട്ടു പോരാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ് ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ഈ നമ്മളുടെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോരാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മിക്സിംഗ് ബൗൾ വേണം. ഈ കേക്കിൻ്റെ പൗഡറും അല്ലെങ്കിൽ കേക്കിൻ്റെ കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്യാനായിട്ട് മിക്സിംഗ് ബൗൾ വേണം. മിക്സിംഗ് ബൗൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്ലാസ്റ്റിക്കിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അതുപോലെ തന്നെ ഗ്ലാസ്സിൽ കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രങ്ങൾ എടുത്തിട്ട് നമുക്ക് മിക്സിങ്ങിന് ഉപയോഗിക്കാം, ബീറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കണ്ടിട്ടുണ്ടോ? ഉൾഭാഗം ഷാർപ്പ് കോർണർ ഇല്ലാത്തതാണ്. ഈ മിക്സിംഗ് ബൗൾ എന്ന് പറയുന്നത് ഷാർപ്പ് കോർണർ ഇല്ലാത്ത ബൗളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബൗളാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. കാരണം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അഥവാ താഴ്ത്തി വീണിട്ടുണ്ടെങ്കിൽ പൊട്ടുന്നു എന്നുള്ള പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടുന്നു, അതായത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ് ആയാലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും അതിൻ്റെ ഉൾഭാഗത്ത് ഷാർപ്പ് എഡ്ജ് ഇല്ലാതെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിൽ നമുക്ക് ബീറ്റർ റൺ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതേസമയം നമ്മൾ സാധാരണ ഒരു ബൗള് ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ബൗള് എടുക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എന്ന് പറയുന്നത് ഉൾഭാഗം കുഴിഞ്ഞ് ഇങ്ങനെ റൗണ്ടായിട്ട് സ്മൂത്ത് ഫിനിഷുള്ള കുഴിഞ്ഞിട്ടുള്ള ബൗളുകളാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റ് ചെയ്ത് മുട്ട പതപ്പിച്ചെടുക്കുക, മിക്സ് പതപ്പിച്ചെടുക്കുക, അങ്ങനെ ബീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടാനായിട്ട് എപ്പോഴും ഒരു ഇലക്ട്രിക് ബീറ്റർ നല്ലതാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക് ബീറ്റർ വാങ്ങുന്നത് വളരെ നല്ലതാണ്. എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. കുറേ കമ്പനികളിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഒരു നല്ല ബ്രാൻഡാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പല നല്ല ബ്രാൻഡുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ അതിലൊന്ന് ഒരു നല്ല ബ്രാൻഡാണ്. ഞാൻ കുറച്ച് നാളുകളായി ഇത് ഉപയോഗിക്കുന്നു. ഇനി അഥവാ ഇലക്ട്രിക് ബീറ്റർ വാങ്ങാനായിട്ട് നിങ്ങളിൽ പൈസ ഇല്ല, ഇങ്ങനെ കുറച്ച് അത്യാവശ്യം കുറച്ച് പൈസ ഉള്ളതാണ് നമ്മളുടെ ഇലക്ട്രിക് ബീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബീറ്ററിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം. ഇതാണ് ഹാൻഡ് ബീറ്റർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു മിക്സിംഗ് ബീറ്റർ, ഇതുപോലത്തെ ഹാൻഡ് ബീറ്റർ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ നല്ല ഒത്തിരി അത്യാവശ്യം നല്ല ഒരു ആരോഗ്യം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഷോൾഡർ പോകാനുള്ള നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വളരെ വിഗറസ് ആയിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ മുട്ടയൊക്കെ പതഞ്ഞു വരുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറും കൈയൊക്കെ കഴച്ച് ഒരു പരുവാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനായിട്ട് ബേസിക് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് ഇലക്ട്രിക് ബീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാവരും എനിക്ക് തോന്നുന്നു ബേക്കിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ മുമ്പ് ഒരിക്കൽ കേക്ക് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മെഷർമെൻറ്റ്സ്, അത് അളവുകൾ വളരെ കൃത്യമായിരിക്കണം. നമ്മളൊരു കറിയിൽ ഉപ്പ് കൂടുന്നത് പോലെയോ മുളക് കൂടുന്നത് പോലെയല്ല. ഒരു കറിയിൽ ഉപ്പോ മുളകോ കൂടിയിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എരിവ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഉപ്പ് കുറയ്ക്കാനൊക്കെ നമുക്ക് എളുപ്പവഴികളുണ്ട്. അതായത് കറി പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല രീതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ നടത്താം. നമ്മൾ കറിയിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പോസിബിൾ ആണ്. പക്ഷെ ബേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് മെഷർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/2 ടീസ്പൂൺ എന്ന് പറയുന്നിടത്ത് 1/2 ടീസ്പൂൺ തന്നെ ചേർത്താലേ അതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ എന്ന് പറയുന്നിടത്ത് 1/4 ടീസ്പൂൺ തന്നെ ചേർക്കണം. ഒരു കപ്പ് വടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കപ്പ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മെഷറിംഗ് കപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നോർമലായിട്ട് ഒരുവിധം ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് 240 ml കപ്പാണ്. അതായത് ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. ഈ സെറ്റിൽ നമുക്ക് പലതരത്തിലുള്ള മെഷറിംഗ് കപ്പുകൾ കിട്ടും. പക്ഷെ നോർമലായിട്ട് ഒരുവിധം
നമ്മൾ റെസിപ്പികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. 250 നമുക്ക് അവൈലബിൾ ആണ്, 220 അവൈലബിൾ ആണ്, 230 അവൈലബിൾ ആണ്. പക്ഷെ ഏത് മെഷറിംഗ് കപ്പായാലും അതേ അളവിലുള്ള അല്ലെങ്കിൽ അതേ സെറ്റ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റെസിപ്പിയിൽ കാര്യമായ മാറ്റം വരില്ല. അപ്പോൾ അത് ഒരു മെഷറിംഗ് കപ്പിന്റെ സെറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ 1 കപ്പ് ഉണ്ടായിരിക്കും, 1/2 കപ്പ് ഉണ്ടായിരിക്കും, 1/3 കപ്പ് ഉണ്ടായിരിക്കും, 1/4 കപ്പ് ഉണ്ടായിരിക്കും, 1/8 കപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മെഷർമെന്റ് കൃത്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഷറിംഗ് കപ്പിന്റെ സെറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ വേറെ ഒന്നാണ് മെഷറിംഗ് സ്പൂൺസ്. അതായത് 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെഷറിംഗ് സ്പൂണുകൾ നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് മെഷറിങ്സ് പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കേക്ക് പെർഫെക്റ്റ് ടെക്സ്ചറിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ കൈകൊണ്ട് കോരിയിടുന്നത് പോലെയോ അല്ലെങ്കിൽ വെറുതെ കഥയിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കേക്കിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ബേക്കിങ്ങിൽ എപ്പോഴും മെഷർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത് സെറേറ്റഡ് നൈഫ് എന്ന് പറയും. സെറേറ്റഡ് നൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുഭാഗം വാള് പോലെ, അതായത് സാധാരണ നൈഫിന്റെ അരുഭാഗം എങ്ങനെയാ, നമുക്ക് ഫിനിഷ്ഡ് ആയിരിക്കും അല്ലേ. പക്ഷെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് എപ്പോഴും സെറേറ്റഡ് നൈഫ് ആയിരിക്കണം. സെറേറ്റഡ് എന്ന് പറഞ്ഞാൽ വാള് പോലെ ഇങ്ങനെ അരം പോലെ ഇരിക്കുന്ന കത്തി കൊണ്ടായിരിക്കണം, നിങ്ങൾ നൈഫ് കൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും കേക്ക് മുറിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സാധാരണ കത്തി കൊണ്ട് നിങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കേക്ക് സാധാരണ കത്തി കൊണ്ട് മുറിച്ചാലും അതിങ്ങനെ അമരണ സമയത്ത് കേക്ക് പൊടിഞ്ഞു പോകും, ആ എഡ്ജ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആ കേക്കിന്റെ എഡ്ജ് പൊടിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറേറ്റഡ് നൈഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. നമ്മുടെ വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ കിട്ടും. ഇത് സാധാരണ നൈഫാണ്, ഇത് കുറച്ച് നീളത്തിലുള്ള കേക്ക്, അപ്പോൾ കുറച്ച് വലിയ കേക്കൊക്കെ മുറിക്കാനായിട്ട് ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വാള് പോലെയുള്ള സെറേറ്റഡ് നൈഫ് എന്നാണ് അതിന്റെ പേര്. അത്തരം നൈഫുകൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സ്പാറ്റുല. സ്പാറ്റുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകത, ഇത് പ്ലാസ്റ്റിക്കിൽ ഈ ഭാഗം പ്ലാസ്റ്റിക്കിന്റെ പിടിയായിട്ട് കിട്ടും, മരത്തിന്റെ പിടിയായിട്ട് കിട്ടും, സ്റ്റീലിന്റെ പിടിയായിട്ടൊക്കെ കിട്ടും. ഇതൊരു ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ റൗണ്ട് ഷേപ്പ്, അങ്ങനെ ഭയങ്കര ഈ ഭാഗം വളരെ തിന്നായിട്ടുള്ള ഒരു സ്പൂൺ തന്നെയാണ്, പക്ഷെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പൂൺ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്പൂൺ കൊണ്ട് നമ്മൾ എത്ര ഇതിൽ നിന്ന് വടിച്ചാലും നമുക്ക് കറക്റ്റ് ഫുള്ള് ബാറ്റർ നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഒരു മാവ് നമ്മൾ കലക്കി അത് നമ്മൾ കൈകൊണ്ടൊക്കെ വടിച്ചെടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫുള്ള് കിട്ടുള്ളൂ അല്ലേ. കാരണം നമ്മൾ എത്ര നല്ല സ്പൂൺ കൊണ്ട് വടിച്ചാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബാറ്റർ ബാക്കി ഉണ്ടാവും. പക്ഷെ ഈ സ്പാറ്റുല എന്ന് പറയുന്ന ഈ സ്പൂൺ വാങ്ങുകയാണെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഭാഗം റൗണ്ട് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എന്താ, ഇതിലത്തെ മുഴുവൻ ക്രീമും അല്ലെങ്കിൽ മുഴുവൻ ബാറ്ററും നമുക്ക് പൂർണ്ണമായിട്ടും ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ ഇങ്ങനെ വടിച്ചെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിന്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും, എങ്കിലും തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് പറയാണ്. അതായത് കേക്കിന്റെ ബാറ്റർ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ്ങിന് ഇത്തരത്തിലുള്ള സ്പാറ്റുല അത്യാവശ്യമാണ്. ഓക്കെ, ഇതിന് പകരം നമുക്ക് മരത്തിന്റെ തവിയാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ പെർഫെക്റ്റ് ഇങ്ങനത്തെ സ്പാറ്റുലയാണ്. ഇനി പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം. അതായത് എല്ലാ കേക്കും നമ്മൾ ലെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് കേക്കിന് കൂടുതൽ ഈർപ്പം കിട്ടാൻ വേണ്ടി, മധുരം കിട്ടാൻ വേണ്ടി, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഷുഗർ സിറപ്പ് കൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്യും. അപ്പോൾ നമുക്കൊരു റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ ഒരു എന്താ പറയുക നാരുകൾ കൊണ്ടുള്ളതോ ആയിട്ടുള്ള ഒരു ബ്രഷ് വേണം നമുക്കിങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷുഗർ പാനി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രെഡിങ് ബ്രഷ് വേണം. ഇതൊരു സ്പ്രെഡിങ് ബ്രഷാണ്. ഇതിന് പല ഉപയോഗങ്ങളുണ്ട്. ഷുഗർ സിറപ്പ് ഇത് ചെയ്യാനും പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് ഇത് കുക്കിങ്ങിന് നമുക്ക് ആവശ്യമാണ്, പ്ലേറ്റിങ്ങിനും ആവശ്യമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കാം, അത് നന്നായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. 2 കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാറ്റുലകൾ. നേരത്തെ പറഞ്ഞ മിക്സിംഗ് സ്പാറ്റുല അല്ല, ഇത് ഡെക്കറേറ്റിംഗ് സ്പാറ്റുലാസ് ആണ്. ഇതിന് നമ്മൾ ഫ്ലാറ്റ് സ്പാറ്റുല എന്ന് പറയും. ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നേരെയാണ് ഇരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അല്പം താന്നിട്ട് വീണ്ടും കോലരി എന്നൊക്കെ പറയില്ല, ആശാരിമാർ ഉപയോഗിക്കുന്ന കോലരി കണ്ടിട്ടില്ല, ആ കോലരിയിലെ വേറൊരു രൂപമാണ് ഈ സ്പാറ്റുല, ഓഫ്സെറ്റ് സ്പാറ്റുല. ഇതിന്റെ ഉപയോഗവും അതുപോലെ തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ക്രീം ലെവൽ ചെയ്യാനും ക്രീം ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉപയോഗങ്ങൾ പിന്നീട് പറയാം. പക്ഷെ ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്.
വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ 2 സ്പാറ്റുല വാങ്ങി വെച്ചേക്ക്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ടേൺ ടേബിൾ. ടേൺ ടേബിൾ എന്ന് പറഞ്ഞാൽ തിരിയുന്ന ഒരു ടേബിൾ. ഇതിന് പകരം നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് പ്ലേറ്റ് വെച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇങ്ങനൊരു ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, ഇതൊരു കുഞ്ഞു ടേബിളാണ് അല്ലേ, ടേൺ ചെയ്ത്, അപ്പോൾ കേക്കിനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്പീഡിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ. ഇത് അത്രയധികം വിലയില്ല, നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടും, എല്ലായിടത്തു നിന്നും കിട്ടും. ഇപ്പോൾ കേക്ക് ഷോപ്പുകളിലെല്ലാം അത് അവൈലബിൾ ആണ്. ഇത് മരത്തിൻ്റെ ഉണ്ട്, മെറ്റലിൻ്റെ ഉണ്ട്, പലതരത്തിലുണ്ട്. അപ്പോൾ ഇതുപോലൊരു ടേൺ ടേബിളും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് സംഘടിപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് സംഘടിപ്പിച്ച് വെക്കുക നിങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളും, അതായത് ബേക്കിംഗ് എങ്ങനെ ചെയ്യാം, അതിൽ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഫോൾട്ട് സംഭവിക്കും, ഓരോരുത്തർക്കും വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ റെമഡി, അതിനെങ്ങനെ പരിഹാരം നമുക്ക് കണ്ടെത്താം, അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും ഞാൻ വളരെ വിശദീകരിച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു മാസ്റ്ററായി തീരും കേട്ടോ, ബേക്കിങ്ങിൽ ഒരു മാസ്റ്ററായി തീരും തീർച്ച. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം, കൂടുതൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള കുറിപ്പുകളും എൻ്റെ വിശേഷങ്ങളുമായി. Okay, stay tuned. Raiju's Magic Kitchen, and thanks for watching.